നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ല യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലി അവരെ പരാജയപ്പെടുത്തിയത്. പക്ഷേ ഇരുപാദങ്ങളിലുമായി അഗ്രിഗേറ്റ് സ്കോർ 3-3 എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ലില്ലിയെ പരാജയപ്പെടുത്താൻ ആസ്റ്റൺ വില്ലക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിന്റെ മികവിലാണ് വില്ല വിജയിച്ചിട്ടുള്ളത്. 2 പെനാൽറ്റികൾ അദ്ദേഹം തടഞ്ഞിടുകയായിരുന്നു. ഇതോടെ ആസ്റ്റൺ വില്ല കോൺഫറൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മത്സരത്തിനിടെ ഒരു യെല്ലോ കാർഡ് ഈ ഗോൾ കീപ്പർക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു. മാത്രമല്ല പെനാൽറ്റി ഷൂട്ടൌട്ടിനിടയിലും ഒരു യെല്ലോ കാർഡ് എമിലിയാനോ മാർട്ടിനസ് വഴങ്ങിയിരുന്നു. ലില്ലി ആരാധകരെ പ്രകോപിപ്പിച്ചതിനായിരുന്നു അദ്ദേഹത്തിന് രണ്ടാമത്തെ യെല്ലോ കാർഡ് ലഭിച്ചിരുന്നത്. പക്ഷെ രണ്ടും വ്യത്യസ്ത യെല്ലോ കാർഡുകളായിക്കൊണ്ടാണ് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് റെഡ് കാർഡായി മാറിയിരുന്നില്ല. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ എമിലിയാനോ മാർട്ടിനസിന് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പേടിയൊന്നും കൂടാതെ ആരാധകരെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ചത്. എമിയുടെ ബുദ്ധി ആയിക്കൊണ്ടാണ് പലരും ഇതിനെ വിലയിരുത്തിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു അതിബുദ്ധി ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ പാരയായിട്ടുണ്ട്. എന്തെന്നാൽ കോൺഫറൻസ് ലീഗിൽ ഉടനീളം ആകെ 3 യെല്ലോ കാർഡുകൾ അദ്ദേഹം വഴങ്ങിക്കഴിഞ്ഞു. 3 യെല്ലോ കാർഡുകൾ വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കോൺഫറൻസ് ലീഗിൽ ആ താരത്തിന് അടുത്ത മത്സരത്തിൽ സസ്പെൻഷൻ ആണ് പുറത്തിരിക്കേണ്ടി വരും. എമിക്കും അടുത്ത മത്സരത്തിൽ പുറത്തിരിക്കണം. കോൺഫറൻസ് ലീഗ് സെമി ഫൈനലിൽ ഗ്രീക്ക് ക്ലബ്ബായ ഒളിമ്പിയാക്കോസ് ആണ് ആസ്റ്റൺ വില്ലയുടെ എതിരാളികൾ. ഈ സെമിയിലെ ആദ്യപാദ മത്സരമാണ് എമിക്ക് നഷ്ടമാവുക. എന്നാൽ നിർണായകമായ രണ്ടാം പാദ മത്സരത്തിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ്. ആദ്യപാദ മത്സരം മെയ് 3-ാം തീയതിയും രണ്ടാം പാദ മത്സരം മെയ് 10-ാം തീയതിയുമാണ് അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.